പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരുവിൽ നിന്നും കാസർഗോഡേക്ക് സർവീസ് നടത്തുകയായിരുന്ന KSRTC ബസ്സിന് നേരെ കർണാടകയിൽ വെച്ച് അജ്ഞാതർ മുട്ടയെറിഞ്ഞ സംഭവമുണ്ടായിരുന്നു. ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഗതാഗത വകുപ്പ്. ഡ്രൈവറുടെ കാഴ്ച മറച്ച് അപകടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടന്നത് എന്ന സംശയത്തെ തുടർന്ന് അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കാൻ ആണ് ഗതാഗത മന്ത്രി CP ജോൺ KSRTCക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു കർണാടകയിലെ വിഡുതി എന്ന സ്ഥലത്ത് വെച്ച് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. KSRTC കാസർഗോഡ് യൂണിറ്റിലെ ATC 142 ഡീലക്സ് ബസിന്റെ മുൻവശത്തെ ഗ്ലാസിലേക്കായിരുന്നു അജ്ഞാതർ ഇത്തരത്തിൽ മുട്ടയെറിഞ്ഞത്. ഇതേ തുടർന്ന് ഡ്രൈവറുടെ കാഴ്ച തടസ്സപ്പെടുകയും ബസ് വലിയ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത സൃഷ്ടിക്കപ്പെടുകയുമായിരുന്നു. ഈ പ്രദേശത്തിന് വെറും 2 കിലോമീറ്റർ മാത്രം ചുറ്റളവിൽ ആയിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് 8-ാം തീയതി മറ്റൊരു KSRTC ബസ് മറിഞ്ഞ് 2 ജീവനക്കാർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് എന്നതാണ്. അപ്പോൾ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഇതേ സ്ഥലത്ത് തന്നെ സമാനമായ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ സംശയമേറുകയാണ്, ഈ 8-ാം തീയതി ഉണ്ടായ അപകടത്തിന് പിന്നിലും ഇത്തരം അട്ടിമറി നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ബസ്സിന് നേരെ ഉണ്ടായോ എന്നതൊക്കെയാണ് ഇപ്പോൾ സംശയത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ മരിച്ച സംഭവത്തിൽ വഴിത്തിരിവോ എന്ന ഒരു സംശയം ഇപ്പോൾ ഉണ്ടാകാൻ കാരണം ഈ മുട്ടയേറിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതിൽ തന്നെ ഈ മുട്ടയേറുമായി ബന്ധപ്പെട്ട് അന്ന് അപകടം നടന്ന ആ സ്ഥലത്ത് അവിടെ വെച്ച് തന്നെയാണ് ഇപ്പോഴും അപകടമുണ്ടായത്. ഈ ഡ്രൈവറുടെ സന്ദർഭോചിതമായ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം തലനാരിഴയ്ക്ക് ഒഴിവാക്കപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴിതാ ന്യൂസ് 18നോടൊപ്പം ഈ ബസിൻ്റെ ഡ്രൈവർ സുരേഷ് ചേരുന്നുണ്ട്. സുരേഷ്, എന്തായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി KV ബൈജുവിനോട് പറഞ്ഞത്? അതാദ്യം കേൾക്കാം. കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരിൽ നിന്നും കാസർഗോഡേക്ക് വരുന്ന ഡീലക്സ് ബസ്സിന് നേരെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവം ഉണ്ടായത്. അതായത് ബസ്സിന് നേരെ മുട്ടയെറിഞ്ഞ് ബസ് കവർച്ച ഉൾപ്പെടെ നടത്തുന്ന സംഘങ്ങൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. അതിൽ നമ്മോടൊപ്പം ആ ഡ്രൈവർ തന്നെ ചേരുന്നുണ്ട്. സുരേഷാണ്. എന്താണ് നിങ്ങൾക്കുണ്ടായ അനുഭവം? എവിടെയാണ് ഈ ഒരു മുട്ടയേറുണ്ടായത്? ബാംഗ്ലൂരിൽ നിന്ന് 30 കിലോമീറ്റർ പിന്നിട്ട് ബിഡതി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വെച്ച് പിന്നെ ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ വെച്ച് ബസ് പോകുമ്പോൾ സർവീസ് റോഡ് മുകളിലും ഞങ്ങൾ താഴെയായി വരും. അവിടെ വെച്ച് ഒരു 3 പേര് നിന്ന് മുട്ടയെറിഞ്ഞു. 2 പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ബൈക്കും ഉണ്ടായിരുന്നു, 2 ബൈക്കും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മുട്ടയെറിഞ്ഞ ഉടനെ നമ്മൾ പെട്ടെന്ന് എന്താണ് ചെയ്യണമെന്നുള്ള ഒരു ഇതിൽ പിന്നെ വൈപ്പർ ഇടുന്നത് സേഫ് അല്ലാന്ന് എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ മുട്ടയുടെ ചോർന്നൊലിച്ച ഭാഗത്തിൻ്റെ ഇടയിൽ കൂടെ മാക്സിമം വട്ടത്തേക്ക് പോയി വെളിച്ചൂലെടുത്ത് പോയി ഒരു 2-3 കിലോമീറ്റർ പോയി വെളിച്ചൂലെടുത്ത് വെച്ച് ഗ്ലാസ്സൊക്കെ ക്ലീനാക്കി മേലധികാരികളെ വിവരം അറിയിച്ചു. അവിടുന്ന് പിന്നെ നമ്മൾ യാത്ര തുടർന്നു. ഈ നേരത്തെ ഒരു അപകടം നടന്നൊരു സ്ഥലമുണ്ടല്ലോ കോഴിക്കോട്, ആ സ്ഥലത്ത് തന്നെയായിരുന്നു അതേ സ്പോട്ട് പറഞ്ഞാൽ അത് റോഡിൻ്റെ അപ്പുറത്തായിരുന്നു. ബാംഗ്ലൂരേക്ക് പോകുന്നതായിരുന്നു, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതായിരുന്നു. 2 ഒരേ സ്പോട്ടാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇത് എത്ര പേരുണ്ടായിരുന്നു ഇവർ സംഘത്തിൽ? മൊത്തം 5 പേരാണ് നമ്മൾ ഒറ്റനോട്ടത്തിൽ കണ്ടത്. പിന്നെ 2 ബൈക്കും പിന്നെ പുറത്ത് 2 ആൾ ഇരിക്കുന്നു. 3 പേര് നിന്ന് മുട്ടയെറിയുന്നുണ്ടായിരുന്നു. ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? ബസ്സിലൊരു 15ഓളം യാത്രക്കാരാണ്. ബാക്കിയുള്ളവർ നമുക്ക് മൈസൂരിൽ നിന്നായിരുന്നു ബുക്കിംഗ്. അപ്പോൾ ബാംഗ്ലൂർ നിന്ന് 10-15 പേര് ബസ്സിലുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. എന്നാലും ഡ്രൈവറുടെ കൃത്യമായ ഇടപെടലാണ് ഒരു പക്ഷേ വലിയൊരു അപകടം ഒഴിവായെന്ന് പറയേണ്ടി വരും. ഇതിൽ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് കഴിഞ്ഞ ദിവസം സമാന രീതിയിലുള്ള വാഹന അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇതേ സ്ഥലത്താണ് ആ അപകടം ഉണ്ടായത്. ഒരു പക്ഷേ ഇത് സമാനമായ അനുഭവം ആ ബസ്സിലും ഉണ്ടായോ എന്നതാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഏതായാലും ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത്തരത്തിൽ മുട്ടയെറിഞ്ഞ് വാഹനം കവർ ചെയ്യുന്ന നേരത്തെയും ഈ ഒരു മൈസൂർ ബാംഗ്ലൂർ പാതയിൽ ഉണ്ടായിരുന്നു. ഇനി അത്തരത്തിലുള്ള സംഘങ്ങൾ വീണ്ടും സജീവമായി എന്ന് വേണമോ മനസ്സിലാക്കാൻ. ഏതായാലും ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്, KSRTC പരാതി നൽകിയിട്ടുണ്ട്. അതിനപ്പുറം ഇത് ഗതാഗത മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ട വളരെ ഗൗരവമുള്ള യാത്രക്കാരുടെയും അതുപോലെ തന്നെ ഡ്രൈവർമാരുടെയും സുരക്ഷയെ ബാധിക്കുന്ന ആ ഒരു പ്രശ്നമാണ്. ഇതിൽ കൃത്യമായൊരു അന്വേഷണം നടത്തേണ്ട ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു തന്നെ ചേരുന്നുണ്ട്. ബൈജു, ഇതിൽ 2 നിലയിലാണ് ഇതിനെ നോക്കി കാണേണ്ടത്. ഒന്ന്, നേരത്തെ 8-ാം തീയതി ഒരു അപകടം ഉണ്ടായിരുന്നു. ആ അപകടവുമായി ബന്ധപ്പെട്ട് ഡ്രൈവറുടെ പരിചയക്കുറവ്, ഡ്രൈവർക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉൾപ്പെടെ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇപ്പോഴിതാ ഇതുപോലുള്ള ഒരു അട്ടിമറി ആണോ അന്ന് നടന്നത് എന്ന സംശയം ഉണ്ടാകുന്നു. ഒന്ന്. 2, ഇപ്പോൾ അതുമായി ബന്ധിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെ കരുതുക.
ഈ ഒരു വാഹനത്തിന് നേരെ മുട്ടയെറിയുക, അങ്ങനെ മോഷണം നടത്തുക, ആ മോഷണം ചിലപ്പോഴെങ്കിലും കൊലപാതകം പോലുമൊക്കെ ആയി മാറിയിട്ടുള്ളത് നേരത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ വാർത്തകളിൽ നിറഞ്ഞതാണ്. പലരും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ രാത്രി യാത്ര ഒഴിവാക്കിയ പശ്ചാത്തലമുണ്ട്. മുട്ടയെറിഞ്ഞാൽ പിന്നെ ഗ്ലാസിൽ ഡ്രൈവറുടെ വിഷൻ നഷ്ടപ്പെടും, പ്രത്യേകിച്ച് വൈപ്പർ ഉപയോഗിച്ചാൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും. ആ ഇടയ്ക്ക് കവർച്ച നടത്തുക, അതിനെ എതിർത്താൽ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ള ഒരു സാഹചര്യം. അപ്പോൾ അത് ഭയപ്പെടുത്തുന്ന ഒന്നാണല്ലോ. ഈ മോഷണ സംഘങ്ങളാണോ ഇതിന് പിന്നിൽ എന്ന ഭയപ്പാട്. ഒപ്പം 8-ാം തീയതി നടന്ന അപകടത്തിലേക്കും അതിന് കാരണവും ഇത്തരത്തിൽ എന്തെങ്കിലും സാധ്യതയാണോ, അങ്ങനെയുള്ള സംശയവും ബലപ്പെടുകയാണല്ലോ ബൈജു. അഭിലാഷ്, തീർച്ചയായും ഏറെ ഭയപ്പാടോടെ വലിയ ആശങ്കയോടെ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത്. കാരണം അത്രത്തോളം ഗൗരവമുണ്ട്, അത്രത്തോളം മലയാളികൾ ബംഗളൂരുവിൽ പോകുന്നുണ്ട്, ബംഗളൂരിൽ നിന്നും ദിവസവും കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ഇതൊരു KSRTC ബസ്സിന് നേരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായതെന്നാണ് ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതോടൊപ്പം ആഗസ്റ്റ് 8-ാം തീയതി ഈ KSRTC അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവം, അതിൽ ഒരുപാട് വിവാദങ്ങൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഉയർന്നിരുന്നു. ഡ്രൈവർക്ക് പരിചയക്കുറവ്, വിശ്രമം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ നമ്മൾ ഈ വാർത്തയുമായി ഇതിൽ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വലിയ തോതിലുള്ള സംശയങ്ങൾ വരികയാണ്. ഇതേ സംഘം, അതായത് ഇത് ഒരേ സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇതിന്റെ സാമ്യമുള്ളത്. മുട്ടയെറിഞ്ഞ് വാഹനം അപകടത്തിൽപ്പെടുത്തും, അതായത് ഡ്രൈവറുടെ ഈ കാഴ്ച കുറവ് വരുത്തും, അങ്ങനെ ആ വാഹനം അപകടത്തിൽപ്പെടും. പിന്നെ രക്ഷകരായിരിക്കും ഈ സംഘം എത്തുക. രക്ഷകരായി എത്തുന്ന സംഘം വാഹനങ്ങളിൽ നിന്നും സാധനങ്ങൾ, അതായത് സ്വർണം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കവർ ചെയ്യും. ഇങ്ങനെ നിരവധി കേസുകൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിലും KSRTC ബസ്സിന് നേരെ ഇങ്ങനെ ഒരു സംഭവം ഇതാദ്യമായാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഏതായാലും ഈ ഡ്രൈവർ ന്യൂസ് 8 ആദ്യമായി ഈ അനുഭവം പങ്കുവെക്കുന്നത്. ഡ്രൈവർ അത് കൃത്യമായി പറയുന്നുണ്ട്. ഒരു 5 പേരടങ്ങുന്ന സംഘം വരുന്നു, 2 ബൈക്കുകളിലായി എത്തുന്നു, അങ്ങനെ മുട്ട ഇതിന് ഗ്ലാസിന് നേരെ എറിയുന്നു. പക്ഷേ ഇയാളുടെ മനസാന്നിധ്യം അത് ഒന്നുകൊണ്ട് മാത്രമാണ് ആ വാഹനം അപകടപ്പെടാതെയും ഈ സംഘത്തിന്റെ കയ്യിലകപ്പെടാതെയും ഇയാൾ മുന്നോട്ട് തന്നെ വാഹനം നീക്കുന്നു. അതായത് വൈപ്പർ ഇദ്ദേഹം അത് ഓൺ ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിന് അറിയാം അത് വൈപ്പർ ഓൺ ചെയ്താൽ വെള്ള കളറാവും, പിന്നീട് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടും, വാഹനം അപകടത്തിൽപ്പെടും. അതുകൊണ്ട് തന്നെ ഇയാൾ 2 കിലോമീറ്ററോളം മുന്നോട്ട് പോയി അവിടെ വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് നിർത്തിയാണ് പിന്നീട് ഇതെല്ലാം വൃത്തിയാക്കുന്നത്. അപ്പോൾ തന്നെ KSRTC അധികൃതരെ വിവരം അറിയിക്കുന്നു. ഏതായാലും ഈ സംഭവത്തിൽ, ഈ കോഴിക്കോട് നടന്ന സംഭവത്തിലും സമാനമായ ചില അന്വേഷണത്തിൽ കണ്ടെത്തലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ എന്തായാലും പുറത്തു വരാനുണ്ട്. ഈ മുട്ടയെറിഞ്ഞ് വാഹനം അപകടപ്പെടുത്തി അത് അപകടത്തിൽപ്പെട്ടെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇതിൽ കൃത്യമായൊരു അന്വേഷണം വേണം. ഏതെങ്കിലും ലോക്കൽ പോലീസിൽ പരാതി നൽകിയതുകൊണ്ട് ഇതിലൊരു സത്യവും പുറത്തു വരില്ല. കാരണം മുൻകാല അനുഭവങ്ങൾ അതാണ്. നിരവധി ആളുകൾ, മലയാളികൾ ഇത്തരത്തിൽ കാറിൽ പോകുമ്പോൾ മുട്ടയേറ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം വാഹനം അപകടത്തിൽപ്പെട്ട രീതിയിൽ ബൈജു ഈ സൂചിപ്പിക്കുന്ന പോലെ സാധാരണ നിലയിൽ ഈ അക്രമി സംഘങ്ങൾ അല്ലെങ്കിൽ മോഷണ സംഘങ്ങളൊക്കെ കാറുകൾക്ക് നേരെയാണ് ആക്രമണം നടത്താറുള്ളത്, അങ്ങനെയാണ് മോഷ്ടിക്കാറുള്ളത് എന്നതാണല്ലോ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ബസ്സിന് നേരെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നതാണ്. ബസ് അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഒരു പക്ഷേ മറ്റുള്ളവരുടെ ഇപ്പോൾ സ്വർണമോ മറ്റ് ആഭരണങ്ങളോ ഒക്കെ മോഷ്ടിക്കാനാണെങ്കിൽ അത് എളുപ്പമാണ്. പക്ഷേ അത്രമേൽ നീചമാകുന്ന തരത്തിലുള്ള ഒന്നാണോ ഈ അക്രമി സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അല്ലെങ്കിൽ മോഷ്ടാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? ഇത് ആരെയെന്ന് ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് മോഷ്ടാക്കളെന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല എങ്കിൽ പോലും. അഭിലാഷേ, മുൻകാല അനുഭവങ്ങൾ, ഒരുപാട് പരാതികൾ, ഒരുപക്ഷെ ഞാൻ തന്നെ ഈ വഴിയിലൂടെ നിരവധി തവണ സഞ്ചരിക്കുന്നതാണ്. കാരണം നമ്മളൊക്കെ ജോലി ചെയ്ത് വൈകിട്ടായിരിക്കും ഒരുപക്ഷെ ബാംഗ്ലൂരിലേക്ക് പോകാമെന്ന് പറഞ്ഞ് യാത്ര പോകുക. പ്രധാനപ്പെട്ട ബസ്സുകളെല്ലാം രാത്രിയാണ് യാത്ര നടത്തുന്നത്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ആളുകൾ ഇരുചക്ര വാഹനങ്ങളിൽ കാണാം. അവർ നമ്മളെ പിന്തുടരുന്നത് കാണാം. എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി നിന്നാൽ അവർ നമ്മളെ ആക്രമിക്കുന്ന സാഹചര്യം അത് എന്തായാലും ബംഗളൂരു മുതൽ മൈസൂർ വരെയുള്ള പാതയിൽ തീർച്ചയായും ഉണ്ട്. അനുഭവം തന്നെയുണ്ട്. നമ്മളോട് നിരവധി പേർ പരാതി വരുന്ന സാഹചര്യം ഉണ്ടായി. ഈ കേസിലേക്ക് വന്നാൽ ഡ്രൈവർ വിരൽ ചൂണ്ടുന്നത് തന്നെയാണ്. അത് കൃത്യമായി ഒരു അട്ടിമറി അല്ലെങ്കിൽ ഒരു അക്രമ സംഭവം തന്നെയാണ്. അങ്ങനെ മുട്ടയെറിഞ്ഞ് വാഹനം എന്തായാലും ഇത് സർവീസ് റോഡിലൂടെയാണ്, വളരെ വേഗത്തിലായിരിക്കും ബാംഗ്ലൂർ മൈസൂർ പാതയിലൂടെ യാത്ര ചെയ്യുക. എന്തായാലും വാഹനം അപകടത്തിൽപ്പെടും. അങ്ങനെ അപകടപ്പെടുന്ന സമയത്ത് രക്ഷകരായാണ് ഈ സംഘം. അഭിലാഷ് ഓർക്കുന്നുണ്ടോ അറിയില്ല, മാസങ്ങൾക്ക് മുൻപ് ഒരു ലോറി ഇടിച്ച് കാറിൽ 5 പേരാണ് മരണപ്പെട്ടത്. അന്ന്
ആ വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ വസ്തുക്കൾ, വിലപിടിച്ച വസ്തുക്കളെല്ലാം കവർ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓണ സീസൺ കൂടിയാണ്. നിരവധി ആളുകൾ നാട്ടിലേക്ക് വരുന്ന സമയമാണ്. അത് ബസ്സിലായാലും വാഹനത്തിലായാലും ഒക്കെ വരുന്ന സമയമാണ്. ഇത്തരം സമയങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് സംഘങ്ങൾ പ്രവർത്തിക്കുക. ഇതിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയുള്ള ലോക്കൽ പോലീസിലെ ചില ആളുകളുടെ സഹായത്തോടെയാണ് ഇങ്ങനെയുള്ള ഒരു സംഘം പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ പരാതി നൽകുക അല്ലെങ്കിൽ ഇതിന് പിറകെ നടക്കാൻ പലരും നിൽക്കാറില്ല. അവിടെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ അത് പണമോ മറ്റോ നഷ്ടപ്പെട്ടു അവർ നാട്ടിലേക്ക് തന്നെ വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ KSRTC അങ്ങനെയല്ല. ഇതിലിപ്പോൾ കൃത്യമായ ഇടപെടൽ വേണ്ടിവരും. കാരണം 100 കണക്കിന് ബസ്സാണ് കേരളത്തിന്റെ പല ജില്ലകളിലേക്കും ബാംഗ്ലൂർ വഴി വരുന്നത്. അതെല്ലാം രാത്രികാല സർവീസാണ്. ഒരു പക്ഷേ നേരത്തെ 12 മണി മുതൽ പുലർച്ചെ 4 മണി വരെയാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല അഭിലാഷ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മൈസൂർ ചാമുണ്ടേശ്വരി ഹിൽസിന് സമീപത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ വാഹനം നിർത്തിയിട്ടാൽ പോലീസ് ആ സമയത്ത് പെട്രോളിങ്ങിലുള്ള പോലീസ് നമ്മളുടെ അരികിൽ വന്ന് ഒരു കാരണവശാലും ഇവിടെ വാഹനം നിർത്തിയിട്ടരുത്, നിങ്ങൾ ഇവിടെ നിന്നും പോകണം, ഇത് ഇത്തരത്തിൽ കൊള്ളയടിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്ന സാഹചര്യം, അത് അനുഭവം സ്വന്തം തന്നെ ഉണ്ടായിട്ടുണ്ട്. ചാമുണ്ടേശ്വരി ഹിൽസിന്റെ ഒരു സമയത്ത് ബാംഗ്ലൂർ പോകുമ്പോൾ അവിടെ വാഹനം പാർക്ക് ചെയ്തപ്പോൾ ഒരു സംഘം, വലിയ പോലീസ് സംഘം, തോക്കുധാരികളായ സംഘം എത്തി നമ്മളുടെ അരികിലെത്തി നമ്മളെ പരിശോധിച്ചതിന് ശേഷം നമ്മൾ യാത്രക്കാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു കാരണവശാലും നിൽക്കാൻ പാടില്ല, ഇവിടെ ഇത്തരത്തിൽ നിരവധി കവർച്ചാ സംഘങ്ങൾ ഇത്തരത്തിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ്, നിങ്ങൾ പോകണമെന്ന് പറയുന്ന സാഹചര്യം. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ ഈ കവർച്ച ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ അറിയേണ്ടത് ആഗസ്റ്റ് 8-ാം തീയതി കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട KSRTCക്ക് എന്ത് സംഭവിച്ചു. തീർച്ചയായും ബൈജു, ഞാൻ ബൈജുവിലേക്ക് എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.